പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ചീരത്തണ്ട് കൊണ്ട് നല്ലൊരു മോര് കറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ അര ലിറ്റർ തൈരെടുത്തിട്ടുണ്ട്. ആ തൈര് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ കട്ടകളില്ലാതെ നല്ലപോലെ തൈരൊന്ന് ഉടച്ചെടുക്കാം. ഒരുപാട് തൈര് ലൂസായി പോകരുത്. ഇച്ചിരി തിക്കായിട്ട് വേണം നമുക്ക് തൈരൊന്ന് ഉടച്ചെടുക്കാനായിട്ട്. തൈര് നമുക്ക് നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 3/4 ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ ഒരല്പം ഉലുവയും കൂടെ പച്ച ഉലുവയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് പൊട്ടിക്കുക. അത് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതും ഞാനിവിടെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം എല്ലാം മാറി നല്ലപോലെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ചുവന്നുള്ളി ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഉള്ളി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അപ്പോൾ ഉള്ളിയെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറി ലീഫും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 3 പച്ചമുളക് വലിയ നീളക്കൂടുതലായതുകൊണ്ട് ഇതിപ്പോൾ 3-4 കഷ്ണമായിട്ട് മുറിച്ചിട്ടേക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന അതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരുന്ന ചീരത്തണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചീരത്തണ്ടും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ കുറച്ച് സുന്ദരി ചീര മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ തണ്ടാണ് കേട്ടോ. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഒരു കൊതി വന്നായിരുന്നു ഇങ്ങനെ കറിയൊന്ന് വെക്കാമെന്ന്. ഇനി നമുക്ക് ഇത് ചീരത്തണ്ടിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റാം. അപ്പോൾ ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കാം. ചീരത്തണ്ട് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരുപാട് സമയമൊന്നും വേണ്ടതാ. നമ്മുടെ ചീരത്തണ്ടെല്ലാം വാടി വന്നിട്ടുണ്ട് നല്ലപോലെ. ഈ സമയം നമുക്കിതിലേക്ക് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വയ്ക്കാം. മൺചട്ടി ആയതുകൊണ്ട് നല്ലപോലെ ചൂട് നിൽക്കും. ഈ സമയം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് കേട്ടോ. ഇങ്ങനെ കുരുമുളക് പൊടി ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്കതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം മണം ഒന്ന് മാറിയതിന് ശേഷം നമുക്കതിലേക്ക് തൈര് അടിച്ചു വെച്ചേക്കുന്ന തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് ഒഴിച്ചിട്ടുണ്ട്. ഞാനൊരല്പം പാത്രം കഴുകി ഒരല്പം വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇത് ഇച്ചിരി കൂടെ തിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എരിവിനായിട്ട് നമ്മൾ ചേർത്ത് പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമാണ്. ഇനി ഇത് ചൂടായാൽ മതി. ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂണോളം മതിയാവും. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് ഇറക്കിയെടുത്താൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചീരത്തണ്ട് മോര് കറി ഇവിടെ റെഡിയാണ്. നല്ല രസമാണ് ചോറിനോടൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ കറി റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ അതാത് സമയം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ